കാര്യം ഇവിടെ? പരിഭ്രമത്തിനിടയിൽ അവന്റെ കൈ വഴുതി പോയിരുന്നെങ്കിലോ? എന്തായിരിക്കും സ്ഥിതി? മാധവമേനോന്റെ മകൻ വീണ് നടുവടിഞ്ഞ് ഭാസ്കരമേനോന്റെ മുറ്റത്ത് കിടക്കും. അങ്ങയുടെ ബംഗ്ലാവിൽ വന്ന് അവനത് ചെയ്തു കളഞ്ഞല്ലോ, അതും രാത്രിയില്. പിന്നെ പകൽ വന്നാൽ ചെയ്യാൻ നോക്കൂ. എടേ, നിന്റെ ആ തലർച്ച സന്തതിക്കിട്ട് വിളി. വേണ്ട വേണ്ട, ഇനി വിളിക്കുകയും ചോദിക്കുകയും ചെയ്തിട്ട് എന്താ പ്രയോജനം? പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാട്ടെ? ചെയ്യാനൊന്നേ ഉള്ളൂ. പെണ്ണിന് ഇഷ്ടം, ചെറുക്കന് ഇഷ്ടം, പെണ്ണിന്റെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടം, നിങ്ങൾക്കും കൂടി ഇഷ്ടമാണെങ്കിൽ കല്യാണമൊക്കെ നടത്തണം. അങ്ങിത് കാര്യമായിട്ട് തന്നെ പറയാണോ? കല്യാണം കളിയല്ല എന്ന് കേട്ടിട്ടില്ലേ? കാര്യമായിട്ട് തന്നെയാണ്. എന്നാലും ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് നമ്മുടെ കുടുംബങ്ങൾ രണ്ടും തമ്മിൽ ഇങ്ങനൊരു ബന്ധം കൂടെ വേണമെന്നായിരിക്കും ദൈവനിശ്ചയം. നടന്നോട്ടെ. അവന്റെ ചേട്ടനും പെങ്ങളും നിൽക്കുന്നു. അവരുടെ കല്യാണം കഴിയാതെ. അയ്യോ, ഞാൻ കയ്യോടെ കല്യാണം നടത്താൻ വന്നവനല്ല. കല്യാണം ഉറപ്പിച്ചു വെക്കുക, സമയവും സൗകര്യം പോലെ നടത്തുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. രാധയുടെ വിവാഹം കഴിയുന്ന വേഗത്തിൽ നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. അത് കഴിഞ്ഞ് ബാക്കി പറയണ്ട. സമ്മതം, സന്തോഷം. തിരുമേനിയെ വന്നൊന്ന് കണ്ട് നന്ദി പറയണമെന്ന് പലപ്പോഴും വിചാരിക്കാറുണ്ട്, പക്ഷെ സമയം കിട്ടാറില്ല. എന്തായാലും വന്നൂല്ലോ, സന്തോഷായി. ഒരു ചെറിയ തുക കടം വാങ്ങിയതിനാ ശങ്കരൻ ആ സ്ഥലം ഞാൻ കടപ്പെടുത്തിയത്. ഇടപാട് തീർത്ത് നിങ്ങൾ ആ സ്ഥലം വാങ്ങിയില്ലായിരുന്നെങ്കിൽ പലിശയ്ക്ക് പലിശ കണക്കുകൂട്ടി ശങ്കരൻ ഈ തറവാട് തന്നെ ജപ്തി ചെയ്യിക്കുമായിരുന്നു. ആ ഈശ്വരാനുഗ്രഹം കൊണ്ട് അത് ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ തിരുമേനി? ഒരാളെ അത്യാവശ്യമായിട്ട് കാണാനുണ്ടായിരുന്നു. ഓ, എന്നാ വേഗം പോയി കണ്ടോളൂ. മാധവമേനോനെ നോൻ പ്രത്യേകം അന്വേഷിച്ചായി പറഞ്ഞോളൂ. ശരി തിരുമേനി. കുട്ടി, ഇവിടെ വരൂ. ആരെ കാണാൻ അവിടെ നിന്നേ? അതെ അതെ, എല്ലാം എനിക്കറിയാം. പലപ്പോഴും ഇത് പറയണമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ധൈര്യം പോരാതെ പോയി. എന്നോട് ക്ഷമിക്കണം. അതുകൊണ്ടായില്ലല്ലോ. പെൺകുട്ടികൾക്ക് ബുദ്ധിയില്ലാതെ വന്നാൽ ശിക്ഷ കിട്ടുന്നത് തറവാടുകൾക്കാണ്. ഇവിടെ ഇതിനു മുമ്പ് ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോ എന്തുകൊണ്ട് ഇത് തോന്നിയത്? കഷ്ടമാണെന്നുണ്ടാവാം. എനിക്ക് എന്നോട് സ്നേഹമുണ്ട്. ആ സ്നേഹം അവളുടെയും ഈ കോലത്തിന്റെയും നാശത്തിനാണെന്നാണ് ഇതുവരെ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ എന്തിനു വിവാഹം ചെയ്തോളാം? നടക്കാത്ത കാര്യം. കുട്ടി മേലാൽ ഇവിടെ വരരുതെന്ന് പറഞ്ഞുണ്ടല്ലോ. എന്നാലും ഇന്ദുവിനെ കാണാൻ വേണ്ടി ഇവിടെ വരരുത്. ഒരിക്കലും കിട്ടുമെന്ന് ഉറപ്പുള്ളതിന് വേണ്ടി കൊതിക്കരുതെന്ന് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കുട്ടി പൊയ്ക്കുള്ളൂ. പൊയ്ക്കുള്ളൂ. എന്തിനാ പിന്നെ വെറുതെ വായിച്ച് തല ഉണ്ടാക്കുന്നത്? നീ പരീക്ഷ ഒന്നും എഴുതാൻ പോകുന്നില്ല. അതെന്താ? അച്ഛൻ നിനക്കൊരു ചെറുക്കനെ അന്വേഷിക്കുക. എന്റെ കല്യാണത്തിനാണെങ്കിൽ ആരും ബുദ്ധിമുട്ടണമെന്നില്ല. എന്താ കാര്യം? എനിക്ക് കല്യാണം വേണ്ട, അത് തന്നെ കാര്യം. എടി പിന്നെ വെറുതെ അച്ഛനെ ചേർത്ത് കുഴപ്പമൊന്നും ഉണ്ടാക്കി വെക്കരുത്, പറഞ്ഞേക്കാം. എന്തെന്ന് കുഴപ്പം? അച്ഛൻ ഇന്ന് കൊല്ലം കഴിഞ്ഞേക്കാം, പക്ഷേ എന്റെ കല്യാണം നടത്താൻ പറ്റില്ല. ഈ ജീവിതത്തിൽ
എനിക്ക് കല്യാണമേ വേണ്ട. രാധ അങ്ങനെ പറഞ്ഞു ചേട്ടാ, ഈ ജീവിതത്തിൽ അവൾക്ക് കല്യാണമേ വേണ്ടത്. വേണമെങ്കിൽ വേണ്ട, വേണമെന്ന് തോന്നുമ്പോ അവള് തന്നെ ഒന്ന് പറയട്ടെ. അയ്യോ, അങ്ങനെ തീരുമാനിച്ച എന്റെ കാര്യം അവതാളത്തിലായി പോകും. ചേട്ടൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് അവളെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിക്കണം. എന്റെ പൊന്നേട്ടനല്ലേ, പ്ലീസ്. ശരി. ചേട്ടനല്ല, അച്ഛനല്ല, ആര് തന്നെ പറഞ്ഞാലും എന്റെ തീരുമാനത്തിന് മാറ്റമുണ്ടാകുമെന്ന് കരുതണ്ട. അച്ഛൻ കല്യാണം അങ്ങ് തീരുമാനിച്ചാലോ? തീരുമാനിക്കത്തേ ഉള്ളൂ, പക്ഷെ നടക്കത്തില്ല. ചേട്ടാ, ഇവള് കുഴയ്ക്കുന്നല്ലോ. അപ്പൊ രാധെ, വേറൊരു കാര്യം ചോദിച്ചോട്ടെ. നിന്റെ മനസ്സിലാരെങ്കിലും ഉണ്ടോ? ചോദിക്കേ. പറ രാധ മോളെ, ആ കല്യാണം ഞങ്ങൾ നടത്തിത്തരാം. ആരാ ആള്? എന്നോട് മിണ്ടിയ നിങ്ങൾ എല്ലൊടിക്കുമെന്ന് പറഞ്ഞ ആള് തന്നെ. ആര്? ഗോകുമാറോ? അതെ. ചതിച്ചല്ലോ ദൈവമേ. നീ വെള്ളാതടാ. ഞാൻ പറയുന്ന കേക്ക്. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കാം. ഏറ്റോ? ഏറ്റു. കൊള്ളാവുന്ന ബന്ധമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല. ആരുടെ കൂടി ആയാലും രാധ സന്തോഷമായിട്ട് കഴിയുന്നത് കണ്ടാൽ മതി. ഏതായാലും ഗോപകുമാരൻ നിങ്ങളൊന്ന് വിളിച്ചോണ്ട് വരൂ. ശരി അച്ഛാ. മഞ്ചൽ എന്നെ എന്തെങ്കിലും ചെയ്താ ഞാൻ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കും. ആളുകൾ ഓടിക്കൂടും. നിങ്ങളുടെ വെള്ളക്ക എന്റെ നാണക്കേട്. എന്തായാലും രണ്ടിലും തീരുമാനിച്ചിട്ടേ ഇന്ന് പോകുന്നുള്ളൂ. എന്റെ കടപ്പാട്ടൂരപ്പനാണ്. അന്ന് നിങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ രാധയെ സ്മരിച്ചിട്ട് പോലുമില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നുണയാണ്. നിന്നെ എവളെയും കൂടി കൂട്ടിയിരുത്തി ചോദ്യം ചെയ്യാൻ നീ സത്യം പറയും. അയ്യോ, അത് വേണോ? ഗോകുമാറിനും രാധയ്ക്കും താല്പര്യമായതുകൊണ്ട് ഈ വിവാഹം നടത്തിത്തരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് നിങ്ങളുടെ ഇഷ്ടം. അതെ, കല്യാണത്തിന് ഞങ്ങൾ എന്താ തരേണ്ടത്? പെണ്ണിനെ തരണം. മിസ്റ്റർ മേനോൻ, പയ്യനൽപ്പം ഇടയുന്ന കൂട്ടത്തിലാണല്ലോ. പൊന്നും പണവും എന്തുമാത്രം തരണമെന്നാ അദ്ദേഹം ചോദിച്ചത്. അതൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്കൊരു ജോലിയുണ്ട്. ഒരു ചെറിയ കുടുംബത്തിന് കഴിഞ്ഞുകൂടാനുള്ള ശമ്പളവും ഉണ്ട്. ഭാര്യയുടെ സ്വത്ത് കൊണ്ട് എനിക്ക് ജീവിക്കണ്ട. എടുക്കാൻ അന്തസ്സുള്ളത് ആൺപിള്ളേരായാൽ ഇങ്ങനെ വേണം. എനിക്കൊരു നിബന്ധന മാത്രമേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് രാധ എന്നോടൊന്നിച്ച് എന്റെ വീട്ടിൽ താമസിക്കണം. അത് വേണോ? ഇവിടെ കഴിയാമല്ലോ. എന്റെ കുഞ്ഞുങ്ങൾ മരണം വരെ എന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ക്ഷമിക്കുക, വാടക വീടാണെങ്കിലും എന്റെ ഭാര്യ എന്റെ കൂടെ അവിടെ ഉണ്ടായിരിക്കണം. മിസ്റ്റർ മേനോൻ, അതാണ് എന്റെ ശരി. എങ്കിൽ പിന്നെ വിവാഹത്തിന് എന്റെ ഭാഗത്തൊന്നും തടസ്സമൊന്നുമില്ല. എന്നാൽ ഈ വിവാഹം മംഗളമായി തന്നെ നടക്കട്ടെ. ഓടി 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 വന്നു ഞാൻ, ഓടി 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 വന്നു ഞാൻ. എന്തെന്തോ ചൊല്ലാനും ഏതേതോ കേൾക്കാനും. ഓട്ടം കൊണ്ടും നോട്ടം കൊണ്ടും നീ എന്നുള്ളം നോവിക്കുന്നു. മതി മതി നിന്നുടെ വിളയാട്ടം. ഓട്ടം കൊണ്ടും നോട്ടം കൊണ്ടും നീ എന്നുള്ളം നോവിക്കുന്നു. മതി മതി നിന്നുടെ വിളയാട്ടം. തളിരണിയും കാട്ടിൽ മേട്ടിയെന്നും ദിനം ദിനം നടത്താതെ തളർത്താതെ അഴകിൻ വിലാസമേ. നടത്താതെ തളർത്താതെ